ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെയൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു മോക്ക് ടെസ്റ്റ് സീരീസിൽ നിന്ന്. അപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ ആവശ്യം മനസ്സിൽ നമ്മളിന്ന് മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റ് മാത്രമല്ല, റാങ്കിങ് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് CXC എക്സാമിന് വർഷങ്ങളായി ചോദിച്ചിരിക്കുന്ന CSCAB എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും കൂടിയാണ്. കാരണം ഇതൊരു ടെസ്റ്റ് സീരീസിൽ ഉൾപ്പെടുന്ന ഈ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ CSCB എക്സാമിൽ തീർച്ചയായിട്ടും ചോദിക്കും. എല്ലാം ചോദിക്കുമെന്നല്ല, എങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 500 ക്വസ്റ്റ്യൻ സീരീസിലെ ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് നടത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ്. എന്താണ്, അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേഗം എന്ത് ചെയ്യുക, ഒരു പെന്നും പേപ്പറും എടുത്ത് റെഡി ആയിക്കൊള്ളുക. നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻസ് മാത്രം ഏതാണെന്ന് എഴുതി വെക്കാം. പിന്നെ അവസാനം ഈ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം. എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്, അതായത് നിങ്ങളുടെ മാർക്ക് കമൻറ്റായി രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അപ്കമിങ്ങിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ക്ലാസ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് സമയം വൈകാതെ കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ പ്രൈമറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബാങ്കർ ആൻഡ് ദ കസ്റ്റമർ സ്റ്റാർട്ട് ഫ്രം ദ ടൈം. അപ്പോൾ ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, ഓപ്ഷൻസ് നിങ്ങൾ വായിച്ച് നോക്കുക. പ്രൈമറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ സ്റ്റാർട്ട് ഫ്രം ദ ടൈം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എപ്പോഴാണ് പ്രൈമറി റിലേഷൻഷിപ്പ് സ്ഥാപിക്കുക എന്ന് ഉണ്ടാകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എ ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ്. എ ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ്. ശ്രദ്ധിക്കുക, ഇതിവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസറാണ് എഴുതേണ്ടത്. ഇവിടെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഒരു പക്ക 100% പക്ക കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്തായിരുന്നു പ്രൊവൈഡ് ചെയ്യുന്നത്, എങ്ങനെയായിരുന്നു പണ്ടൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ടായത്, പുരാതനമായിട്ടുള്ള അത് വളരെ മുൻപുണ്ടായിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക് എങ്ങനെയുള്ള ലോൺസുകളായിരുന്നു പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെയൊക്കെയാണ് മാറ്റിയിട്ട് ഇപ്പോൾ ഈ രീതിയിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസറാണ് എഴുതേണ്ടത്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. തേർഡ് വണ്ണാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കുറേ റിലേഷൻഷിപ്പുണ്ട്. ഡെപ്റ്റർ, ക്രെഡിറ്റർ, ബെയിലർ, ബെയിലി, ഏജൻസി, പ്രിൻസിപ്പൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല, ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വെൻ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഓവർ ഡ്രോൺ ഓർ വെൻ കസ്റ്റമേഴ്സ് ഹാസ് ടേക്കൺ ലോൺ ഫ്രം ബാങ്കർ ദെൻ ദ കസ്റ്റമർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: when banker receive deposit from the customer then the banker becomes dash of the customers. ഇത് ചോദ്യം ഇങ്ങനെ കുറച്ച് ട്വിസ്റ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഓക്കെ ആണല്ലോ. ഇത് പലപ്പോഴും പല എക്സാമിനും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് റിലേഷൻഷിപ്പിൽ നിന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റംസ് ഓഫ് ബാങ്കിങ് കോൺട്രിബ്യൂട്ട് ബാങ്കിങ് മോണോപ്പൊളി. കുറേ തരത്തിലുള്ള ബാങ്കിങ് സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. യൂണിറ്റ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്. അതിൽ ബാങ്കിങ്ങിൻ്റെ അതിൽ മോണോപ്പൊളി കിട്ടുന്ന ബാങ്കിങ് സിസ്റ്റം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇറ്റ് ഈസ് എ ഡാഷ് ഒബ്ലിഗേഷൻ ഓഫ് എ ബാങ്കർ ടു ഓണർ ദ ചെക്സ് ഓഫ് ദ കസ്റ്റമർ ഡ്രോൺ എഗെയിൻസ്റ്റ് ദ കറണ്ട് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് സ്പെഷ്യലൈസ്ഡ് ഇൻ പ്രൊവൈഡിങ്. ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്കുകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിക്കുക, അതിൻ്റെ കൂടെ ഓപ്ഷനും വായിക്കുക. അതിൽ നമുക്കറിയാലോ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ മോസ്റ്റ് സ്യൂട്ടഡ് ഓപ്ഷൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അല്ലാതെ കാണുമ്പോൾ തന്നെ തെറ്റാണെന്നല്ല പറയേണ്ടത്. 4 മോസ്റ്റ് സ്യൂട്ടഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡിസ്ഓണർ ഓഫ് എ ചെക്ക് ബൈ എ ബാങ്കർ വിത്തൗട്ട് എനി ജസ്റ്റിഫയബിൾ റീസൺ. അതായത് ബാങ്കർ ഒരു ജസ്റ്റിഫൈ ചെയ്യാത്ത, ഒരു റീസൺ ഇല്ലാതെ, ഒരു ജസ്റ്റിഫിക്കേഷൻ നൽകാതെ ഒരു ചെക്ക് ഡിസോണർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്താണ് വിളിക്കുക? നെക്സ്റ്റ്: സ്പെഷ്യൽ ഡാമേജസ് റെഫേഴ്സ് ടു ദ ഡാമേജസ് പേബിൾ ബൈ എ ബാങ്കർ ടു ഹിസ് കസ്റ്റമർ ഫോർ ദ ആക്ച്വൽ ലോസ് ഡാഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ഇസ് ദ റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു റീറ്റെയിൻ ദ പ്രോപ്പർട്ടി ഓഫ് അനദർ പേഴ്സൺ ഇൻ ഹിസ് പൊസഷൻ അണ്ടിൽ ദ ഡെപ്റ്റ് ഫ്രം ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് റീപെയ്ഡ്. ശ്രദ്ധിച്ച് വായിക്കുക. ഡാഷ് ഇസ് ദ റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു റീറ്റെയിൻ ദ പ്രോപ്പർട്ടി ഓഫ് അനദർ പേഴ്സൺ ഇൻ ഹിസ് പൊസിഷൻ അണ്ടിൽ ദ ഡെപ്റ്റ് ഫ്രം ദാറ്റ് ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് റീപെയ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ബാങ്കർ ക്യാൻ കൺസിഡർ ഡാഷ് ലീൻ ആസ് ദർ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലോസ് ഓർ ലോൺ ഓവർ ഡ്രാഫ്റ്റ് വിച്ച് വാസ് ഡാഷ്.
ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. ദ ബാങ്ക് ക്യാൻ കൺസിഡർ ഡാഷ് ലീൻ. കുറേ ടൈപ്പ് ഓഫ് ലീനുകളുണ്ട്. അതിലേതാണ് ദർ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ലോസ് ഓർ ലോൺ ഓർ ഓവർ ഡ്രാഫ്റ്റ് വിച്ച് വാസ് ഡാഷ് which was given to its customers. Next question. The idea behind the banker's right to set off is to enable the banker to reduce the dash amount due to him from a customer. ഇങ്ങനെ കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് നിങ്ങളിന്ന് വായിച്ചുകൊണ്ടിരിക്കുക. ആൻസർ സിമ്പിളാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ഐഡിയ ബിഹൈൻഡ് ദ ബാങ്കേഴ്സ് റൈറ്റ് ടു സെറ്റ് ഓഫ് ഈസ് ടു എനേബിൾ. Bankers have some right to set off is enable the ബാങ്കറിന് അത് എന്ത് എനേബിൾ ചെയ്യുന്നു? ടു റെഡ്യൂസ് ഡാഷ് എമൗണ്ട് ഡ്യൂ ടു ഹിം ഫ്രം എ കസ്റ്റമർ. അതാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് മെറ്റീരിയൽ ആൾട്രേഷൻ? താഴെ കൊടുത്തിരിക്കുന്നതിന് മെറ്റീരിയൽ ആൾട്രേഷൻ ഏതാണെന്ന ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് കസ്റ്റമർ അക്കൗണ്ട് ക്യാൻ ബി എക്സസൈസ്ഡ് ബൈ ഓൺലി എ. നേരത്തെയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂഷ്വലി ഇൻസിഡൻ്റൽ ചാർജസ് ആർ ലെവീഡ് ഓൺ. ഇൻസിഡൻ്റൽ ചാർജസ് ആണ് ലെവീഡ് ഓൺ ഡാഷ് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് റൂൾ ഈസ് ഫോളോവഡ് ഇൻ അപ്രോപ്രിയേഷൻ ഓഫ് അക്കൗണ്ട്സ് ഇഫ് നൈദർ ഡെപ്റ്റർ നോർ ക്രെഡിറ്റർ ഡസ് നോട്ട് മേക്സ് എനി സ്പെസിഫിക് അപ്രോപ്രിയേഷൻ. The dash rule is followed in appropriation of account if neither the debtor nor creditors does not make any specific appropriation. Next question ഇതാണ്. The word garnish is derived from the Latin word. Next question. The meaning of the word garnish is. രണ്ടും നല്ല ഈസിയുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. MICR stands for. MICR stands for. 21ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഇന്ത്യ ദ ലോ റെഗുലേറ്റിംഗ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോ ഏതാണെന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ. ബാങ്ക്സ് വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആൻഡ് ലെൻഡിങ് ദം മെയിൻലി ടു കൊമേഴ്സ് ഫോർ ഷോർട്ട് പീരിയഡ്സ്. അതായത് ബാങ്ക്സ് പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നു, പിന്നെ എന്താണ് അതായത് കൊമേഴ്സ് പർപ്പസിന് ഷോർട്ട് ടേം പീരിയഡ്സിന് അതിൽ നൽകുന്നത്. വിച്ച് കൊമേഴ്സ് പർപ്പസ് ആണ് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ബാങ്ക് ഈസ് അതർവൈസ് കോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ കമ്പനി ഹു ആക്സെപ്റ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഈസ് കോൾഡ്. എ കമ്പനി ഹു ആക്സെപ്റ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് കോൾഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് അക്കൗണ്ട്സ് ആർ മെയിൻലി ഓപ്പൺഡ് ബൈ. കറണ്ട് അക്കൗണ്ട്സ് ആർ മെയിൻലി ഓപ്പൺഡ് ബൈ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ കൺട്രോൾ ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. ഹൂ കൺട്രോൾ ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് ഡാഷ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് ഡാഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ. In the which type of deposit the high rate of interest is provided by the bank. താഴെ കൊടുത്തിരിക്കുന്ന ഡെപ്പോസിറ്റ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏത് ഡെപ്പോസിറ്റിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. RBI വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാണ് RBI സെറ്റപ്പ് ചെയ്തതെന്ന്. അത് ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അത് കാണാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഫോർ ദ ലോൺ ബൈ ദ ബാങ്കർ കമ്പയർഡ് ടു ദ ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ക്യാഷ് ക്രെഡിറ്റ് ഈസ് ജനറലി ഡാഷിൻ്റെ ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഇവൻ പറഞ്ഞു തരുന്നില്ല. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം ചെയ്തോളൂ കേട്ടോ. നമുക്ക് ലാസ്റ്റ് ആൻസർ നോക്കുമ്പോൾ പറയാം എന്താണെന്നുള്ളത്. ഓപ്ഷൻസ് വായിക്കാം, എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ദ അക്കൗണ്ട് ഹോൾഡർ ഹാസ് ദ പെർമിഷൻ ടു ഓവർ ഡ്രോ ദ എമൗണ്ട് ഫ്രം ഹിസ് ഓർ ഹെർ അക്കൗണ്ട്. കഴിഞ്ഞില്ലേ? വേഗം അതിൻ്റെ ആൻസർ എഴുതിക്കോളാം. 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് അണ്ടർ വിച്ച് ബാങ്ക് ടേക്ക് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മെച്ചുറിങ് വിത്ത് എ ഷോർട്ട് പീരിയഡ് ഓഫ്. റിപ്പീറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് അണ്ടർ വിച്ച് ബാങ്ക് ടേക്ക് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മെച്ചുറിങ് with a short period of dash. ഒന്നുകൂടി പറയാം. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് അണ്ടർ വിച്ച്
ബാങ്ക് ടേക്ക് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മെച്ചുറിങ് വിത്ത് എ ഷോർട്ട് പീരിയഡ് ഓഫ്. സിമ്പിളാണ് ക്വസ്റ്റ്യൻ, ഒരു ടെസ്റ്റ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെയിൻ എയിം ഓഫ് എ ബാങ്കർ ഫോർ പെർഫോമിംഗ് ദ സബ്സിഡിയറി സർവീസ് ടു ഏൺ എ ഡാഷ് ഓഫ് ദി കസ്റ്റമേഴ്സ്. 34ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The service rendered by a banker as an agent of his customers are called dash. The service rendered by a banker as an agent of his customers are called dash. Next question. 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The written instruction given by the customers to banker to perform the service like collection and payment of money is noted down in dash. Next question. A dash is a person who is entrusted with some property by the settler or the author of the trust for the benefit of another person is called എന്താണ് എന്നുകൂടി പറയാം. A dash is a person who is entrusted with some property by the settler or author of the trust for the benefit of another person called beneficiary dash. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 മിനിറ്റ് ഓരോ 2 സെക്കൻഡ് ഞാൻ സമയം തരാം. വായിച്ചു നോക്കിയില്ലേ? പെട്ടെന്ന് വായിച്ചു നോക്കുക, ആൻസർ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻഡ് ഡാഷ് ഈസ് എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ബൈ എ ടെസ്റ്റേറ്റർ ടു എക്സിക്യൂട്ട് ഹിസ് വിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Service rendered by a banker not only to his customers but also the general public are called dash. Service rendered by a banker not only to his customers മാത്രമല്ല but also the general public. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഇവിടെ തന്നിരിക്കുന്നവയിൽ മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Which section of the Negotiable Instrument Act 1881 defines promissory note? Promissory note define ചെയ്തിരിക്കുന്ന സെക്ഷൻസ് ആണ്. നെക്സ്റ്റ്. ഡാഷ് സിസ്റ്റം under which an individual bank carries on banking business with a network of branches spread all over the country. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ. എ ചെക്ക് ഡേറ്റഡ് സബ്സീക്വൻറ്റ് ഓഫ് ദി ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ഈസ്. ഇതും നമ്മൾ റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യൻ. എ ചെക്ക് ഡേറ്റഡ് സബ്സീക്വൻറ്റ് ടു ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ഈസ്. അത് മാറ്റ്. എ ചെക്ക് ഡേറ്റഡ് സബ്സീക്വൻറ്റ് ടു ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ഈസ് ഡാഷ്. അതും അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് അവിടെ കുറയുന്നതാണ്. വായിച്ച് നോക്കാം. എ ചെക്ക് ഡേറ്റഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ഈസ് കോൾഡ് ഡാഷ്. 42ാമത്തെ ക്വസ്റ്റ്യൻ ആണത്. 43ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ഡ്രോവർ ഇൻ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്യാൻ ഓൾസോ ബി എ ഡാഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ റേറ്റ് അറ്റ് വിച്ച് RBI ഡിസ്കൗണ്ട് അപ്രൂവ്ഡ് ബിൽ ഈസ് ഡാഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലീൻ ഈസ് ഡിഫൈൻഡ് ഇൻ. ലീൻ നമ്മൾ പഠിച്ചിരിക്കുന്ന ലീൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത 46ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അഗ്രികൾച്ചറൽ ഫിനാൻസ് ഈസ് ഡാഷ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് പ്രൈമർലി ലാബിൾ ഓൺ എ പ്രോമിസറി നോട്ട്. പ്രൈമർലി ലാബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? 48ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി പാർട്ടീസ് ആർ മെയിൻലി ഇൻവോൾവ്ഡ് ഇൻ പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടിൽ ഇൻവോൾവ് ആകുന്ന പാർട്ടീസ്. 49ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോവി ഈസ് ദ പേഴ്സൺ ഡാഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് എ ഡെഡ് ചെക്ക്. അപ്പോൾ ഓക്കെ, നമ്മൾ 50 ക്വസ്റ്റ്യൻസും നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. സോ നിങ്ങളോട് പറയാനുള്ളത്, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുന്നതോടൊപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും വേണം. നിങ്ങൾക്കിത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ്, അതേപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളിലും കോപ്പറേഷൻ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയാലും ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും കണ്ണൂർ, അതേപോലെ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ കോപ്പറേഷൻ സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്ന നിങ്ങളുടെ വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ റിലേറ്റീവ്സ്, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്നുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, അതായത് ഡിഗ്രിക്ക് പഠിക്കുന്നവരാണ്, അവർക്കും കൂടി ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സൊക്കെ നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. അത് അവരുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്, അവർക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ ആൻസർ നോക്കാൻ വേണ്ടിയിട്ട് റെഡിയല്ലേ? നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
The primary relationship between a banker and a customer start from the time. അതായത് ഒരു ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള പ്രൈമറി റിലേഷൻ എപ്പോൾ മുതലാണ് തുടങ്ങുന്നത് എന്നാണ് ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത്. വെൻ ദ കസ്റ്റമർ വിസിറ്റ് ദ ബാങ്ക്. ഒരു കസ്റ്റമർ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ബാങ്കിൽ വിസിറ്റ് ചെയ്യുന്നു. വെൻ ദ കസ്റ്റമർ ഓപ്പൺസ് ദ അക്കൗണ്ട്. വെൻ ദ കസ്റ്റമർ വിസിറ്റ് ദ ബാങ്ക് ടു മെയ്ഡ് ക്വറീസ്. അപ്പോൾ ഇവിടെ നോക്കൂ ഓപ്ഷൻ സി. അതായത് എന്തെങ്കിലും അന്വേഷിക്കാനാണ് ഒരു കസ്റ്റമർ പോകുന്നതെങ്കിൽ, ഒരു വ്യക്തി എന്തെങ്കിലും അന്വേഷിക്കാനാണ് പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്താ നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടാവുമോ? ഇല്ല. അപ്പം ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഈ ഓൾ ദ എബോവ് എന്നുള്ള ഓപ്ഷൻസ് എന്താണ്, തെറ്റാണ്. ഓക്കെ അല്ലേ? പിന്നെന്താണ്, വെൻ ദ കസ്റ്റമർ വിസിറ്റ് ദ ബാങ്ക്. വിസിറ്റ് ചെയ്താലും ആവില്ല. പിന്നെ എന്താണ്, എപ്പോഴാണ് ഉണ്ടാവുക? വെൻ ദ കസ്റ്റമർ ഓപ്പൺസ് ദ ബാങ്ക്. കസ്റ്റമർ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുള്ളൂ, അവർ തമ്മിലുള്ള പ്രൈമറി റിലേഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ്. ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ്സ് എന്ന് വെച്ചാൽ ലോങ് ടേം ലോൺസ്, മീഡിയം ടേം ലോൺസ്, ഷോർട്ട് ടേം ലോൺസ്, ഓൾ ദ എബോവ്. പക്ഷേ ഇത് ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. അപ്പോൾ സാധാരണ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് ആദ്യമൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നത് വെറും ഷോർട്ട് ടേം ലോണുകളായിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. പിന്നെയാണ് നമ്മൾ മീഡിയം ടേം ലോൺസും ലോങ് ടേം ലോൺസിലൊക്കെ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ഏതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്? ഒരുപാട് റിലേഷൻഷിപ്പ് കൊടുത്തിട്ടുണ്ട്. ബെയിലിയർ, അത് ഏത് സമയത്താണ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഏജൻസി പ്രിൻസിപ്പിൾസ്, അതേപോലെ ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി. പക്ഷേ ഇതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഡെബ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഓവർഡ്രോൺ. കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട് ഓവർഡ്രോൺ ചെയ്യുകയോ, വെൻ കസ്റ്റമർ ഹാസ് ടേക്കൺ ലോൺ ഫ്രം ദ ബാങ്കർ. കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു, ബാങ്കറിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ടെങ്കിലോ, ദെൻ ദ കസ്റ്റമർ ബിക്കംസ്. കസ്റ്റമർ ആരായിട്ട് മാറും? ഡെബ്റ്റർ ആണ് ആയിട്ട് മാറുക. നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വെൻ ബാങ്കർ റിസീവ്സ് ഡെപ്പോസിറ്റ് ഫ്രം ദ കസ്റ്റമർ. ദെൻ ദ ബാങ്കർ ബിക്കംസ് ഡാഷ് ഓഫ് ദ കസ്റ്റമേഴ്സ്. ആരാണ്? ഡെബ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ബാങ്കിങ് കോൺട്രിബ്യൂട്ട് ടു ബാങ്കിങ് മോണോപ്പൊളി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാങ്കിങ് മോണോപ്പൊളി ഉണ്ടാക്കുന്ന സിസ്റ്റം ഏതാണ്? നമുക്കറിയാം യൂണിറ്റ് ബാങ്ക്. യൂണിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബാങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ബാങ്കുകളാണ്. പക്ഷേ ബ്രാഞ്ച് ബാങ്കിങ് ആണ് മോണോപ്പൊളീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എസ് ബി ഐ തന്നെ എന്താണ്, ഒരുപാട് ബാങ്ക് ബ്രാഞ്ചസ് ഉള്ള ബാങ്കാണ് അല്ല, ബ്രാഞ്ച് ബാങ്കിങ് എന്നുള്ളതിൽ പോകുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ നോക്കുമ്പോൾ എന്താണ്, ബ്രാഞ്ച് ബാങ്കിങ് ആണ് മോണോപ്പൊളി ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇറ്റ് ഈസ് എ ഡാഷ് ഒബ്ലിഗേഷൻ ഓഫ് എ ബാങ്ക് ടു ഹോണർ ദ ചെക്ക് ഓഫ് ദ കസ്റ്റമർ ഡ്രോൺ അഗെയിൻസ്റ്റ് കറൻറ്റ് അക്കൗണ്ട്. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ ഡാഷ് ഒബ്ലിഗേഷൻ ഓഫ് എ ബാങ്കർ. ബാങ്കറുടെ ഒബ്ലിഗേഷൻ ആണ് എന്താണ്, ഹോണർ ദ ചെക്ക് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമറിൻ്റെ ചെക്ക് ഹോണർ ചെയ്യുക. എന്തിന് അഗെയിൻസ്റ്റ് ആണ്? കറൻറ്റ് അക്കൗണ്ട് അഗെയിൻസ്റ്റ് customer drawn against the current account. Honor the checks of the customer drawn against the current account. എന്ത് ഹോണറാണ്? സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് സ്പെഷ്യലൈസ്ഡ് ഇൻ പ്രൊവൈഡിങ്. അതിന് പേരിൽ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ് എന്തായിരിക്കും? ഫോറിൻ എക്സ്ചേഞ്ച് ആണ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, ഡിസോണർ ഓഫ് എ ചെക്ക് ബൈ എ ബാങ്കർ വിത്തൗട്ട് എനി ജസ്റ്റിഫയബിൾ റീസൺ. അതായത് ഒരു ചെക്ക് ഡിസോർഡർ ചെയ്യുന്നു. ആരാണ്? ബാങ്ക്. വിത്തൗട്ട് എനി ജസ്റ്റിഫയബിൾ റീസൺ. അതിനെ നമ്മൾ എന്താണെന്ന് പറയുന്നത്? വാലിഡ് ഡിസോണർ. അതായത് വാലിഡ് ഡിസോണർ ഓഫ് ചെക്ക്, അൺമൈൻഡ്ഫുൾ, നെഗ്ലിജൻസ്. നമ്മളതിനെ പറയും റോങ്ഫുൾ ഡിസോണർ ഓഫ് ദ ചെക്ക് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്പെഷ്യൽ ഡാമേജസ്. സ്പെഷ്യൽ ഡാമേജസ് റെഫേഴ്സ് ടു. സ്പെഷ്യൽ ഡാമേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാമേജസ് പേബിൾ ബൈ എ ബാങ്കർ ടു ഹിസ് കസ്റ്റമർ ഫോർ ദ ആക്ച്വൽ ഡാഷ് ലോസ്. എപ്പോഴാണ് നമ്മൾ സ്പെഷ്യൽ ഡാമേജസ് ബാങ്കർ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് പേ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകുന്ന കേസിലാണ്. ഓക്കെ, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകുന്ന കേസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡാഷ് ഇസ് ദ റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു റീറ്റെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ പേഴ്സൺ. എന്താണ്? ഡാഷ് ഇസ് ദ റൈറ്റ് ഓഫ് ദ പേഴ്സൺ ടു റീറ്റെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ പേഴ്സൺ ഇൻ ഹിസ് പൊസിഷൻ അണ്ടിൽ ദ ഡെപ്റ്റ് ഫ്രം ദാറ്റ് ഓണർ ഓഫ് ദ പ്രോപ്പർട്ടീസ് റീപെയ്ഡ്. എന്താണ്? ലീനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പേഴ്സൻ്റെ അധികാരം മറ്റൊരു പേഴ്സൻ്റെ എന്ത് ചെയ്യാൻ വേണ്ടി, പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അൺടിൽ
അതിൻ്റെ ആ റീപേ ചെയ്യുന്നത് വരെ അതോട് കൈവശപ്പെടുത്താനുള്ള അധികാരത്തിനെയാണ് എന്താ പറയുന്നത് ലീൻ എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാങ്ക് ക്യാൻ കൺസിഡർ ഡാഷ് ലീൻ. ഏത് ലീനാണ്? സ്പെഷ്യൽ ലീനാണ്. ഓപ്ഷൻ എ ആണ് സ്പെഷ്യൽ ലീൻ ആസ് ദെയർ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ലോസ് ലോൺ ഓർ ഓവർ ഡ്രാഫ്റ്റ് വിച്ച് വാസ് ഗിവൺ ടു ദ കസ്റ്റമർ. സ്പെഷ്യൽ ലീനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഐഡിയ ബിഹൈൻഡ് ദ ബാങ്കേഴ്സ് റൈറ്റ് ടു സെറ്റ് ഓഫ് ഈസ് ടു എനേബിൾ ദ ബാങ്കർ ടു റെഡ്യൂസ് ഏതാണ്? ഗ്രോസ് ആണ്. ഗ്രോസ് എമൗണ്ട് ആണ് ഡ്യൂ ഫ്രം ഹിസ് കസ്റ്റമർ. അതായത് റൈറ്റ് ടു സെറ്റ് ഓഫ് ടു എനേബിൾ ദ ബാങ്കർ ടു റെഡ്യൂസ് ദ എമൗണ്ട്. അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഏത് എമൗണ്ടിലാണ്? ഗ്രോസ് എമൗണ്ടിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെറ്റീരിയൽ ആൾട്രേഷൻ. താഴെ കൊടുത്തിരിക്കുന്നത് മെറ്റീരിയൽ ആൾട്രേഷൻ എന്താണെന്നുള്ളത്. ആൾട്രേഷൻ ഓഫ് ദ ഡേറ്റ് ആൾട്രേഷൻ ആണ്. ആൾട്രേഷൻ ഓഫ് ദ എമൗണ്ട് അതും എന്താണ്? ഒരു ആൾട്രേഷൻ തന്നെയാണ്. ക്ലോസിങ്ങും ഇതൊക്കെ എന്താണ്? അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓൾ ദി എബവ്. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ദ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി ബൈ. ആരാണത് ചെയ്യേണ്ടത്? ബാങ്കർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. യൂഷ്വലി ഇൻസിഡൻ്റൽ ചാർജസ് ആർ ലെവീഡ് ഓൺ ഡാഷ് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഹോൾഡർ. ഇൻസിഡൻ്റൽ ചാർജസ് അത് ഏത് തരത്തിലുള്ള അക്കൗണ്ട് ഹോൾഡർക്കാണ് കൊടുക്കുന്നത്? കറൻറ്റ് അക്കൗണ്ട് ഹോൾഡർക്കാണ്. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡാഷ് റൂൾ ഈസ് ഫോളോവഡ് ഇൻ അപ്രോപ്രിയേഷൻസ് ഓഫ് അക്കൗണ്ട്. അതായത് അക്കൗണ്ട് അപ്രോപ്രിയേഷൻസുമായി ബന്ധപ്പെട്ടിട്ട് ഓൾറെഡി ഒരുപാട് റൂൾസ് ഉണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റൂൾ ഇതാണ് പറയുന്നത്. ഇഫ് നൈദർ ഡെബ്റ്റർ ഓർ ക്രെഡിറ്റർ ഡസ് നോട്ട് മേക്ക് എനി സ്പെസിഫിക് അപ്രോപ്രിയേഷൻ. ഇങ്ങനെ പറയുന്ന ഏത് റൂളിലാണെന്നാ ബന്ധം? പാഗറ്റ്സിൻ്റെ റൂളുണ്ട്, കിൻലെ, ഷെൽഡൻ, ക്ലയാട്ടൺസ്. അപ്പം നമ്മൾ ഓർക്കേണ്ടത് ഏതാണ്? ക്ലയാട്ടൺ റൂൾസാണ് സാധാരണ നമ്മൾ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള റൂൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് ഗാർണിഷ്. ഏത് ലാറ്റിൻ വേർഡ് എന്നാണ്? ഗാർണിയർ എന്നുള്ള വാക്ക് എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് 18ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ നമ്പർ എ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ടു വാൺ എന്നാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടു വാൺ. ഓപ്ഷൻ ബി ആണ്, ടു വാൺ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, MICR എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആൻസർ? മാഗ്നറ്റിക്, ഇങ്ക്, ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഓപ്ഷൻ നമ്പർ എ. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ഇന്ത്യ ദ ലോ റെഗുലേറ്റിംഗ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്. ഏതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്? 1881. ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, ഇതിന് മൈനസ് മാർക്ക് ഇല്ല കേട്ടോ. ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1 മാർക്ക്. ഇനി ഇൻ കേസ് ഓപ്ഷൻ തെറ്റാണെങ്കിലും നോ ആൻസർ ആണെങ്കിലും അതിന് മൈനസ് മാർക്ക് ഉണ്ടാകുന്നതല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്ക് വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നു. ലെൻഡ് ദം പബ്ലിക്കിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി, അതും ഷോർട്ട് ടേം പീരീഡ്സിലേക്ക്. അങ്ങനെയുള്ള ബാങ്കിന് എന്താണ് നമ്മൾ പറയുക? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്നാണ് നമ്മൾക്ക് സാധാരണ പറയുന്നത്. നമ്മളതാണ് നേരത്തെ കണ്ടത്. ഒരു ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് നമ്മളിതിവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ബാങ്ക് ഈസ് അതർവൈസ് കോൾഡ് ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ മറ്റൊരു പേരാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്. എന്താണ്? ഇൻഡസ്ട്രിയൽ ബാങ്ക്. ഓപ്ഷൻ നോക്കാം. എക്സ്ചേഞ്ച് ബാങ്ക് ഉണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് തന്നിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ ബാങ്ക് ഉണ്ട്, അതേപോലെ എന്താണ് അഗ്രികൾച്ചറൽ ബാങ്ക്സ്. അപ്പോൾ ഓപ്ഷൻ ഇവിടെ സ്യൂട്ടഡ് ആകുന്നത് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കമ്പനി ഹു ആക്സെപ്റ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇസ് കോൾഡ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന കമ്പനികൾ ഏതാണ്? ബാങ്കിങ് കമ്പനിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 24ാമത്തത്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കറണ്ട് അക്കൗണ്ട്സ് ആർ മെയിൻലി ഓപ്പൺഡ് ബൈ. ആരാണ് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്? ട്രേഡിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ കൺസേൺസ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ കൺട്രോൾ ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആർ അതർവൈസ് കോൾഡ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ടൈം ഡെപ്പോസിറ്റ് എന്നാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ദ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ബാങ്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട്. അതിന് ഏതിനാണ് ഹൈ റേറ്റ് സാധാരണ കൊടുക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഫിക്സഡ് ഡെപ്പോസിറ്റിനാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ RBI വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. എപ്പോഴാണ് RBI? ഓപ്ഷൻ നമ്പർ ബി 1935 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഫോർ എ ലോൺ ബൈ ദ ബാങ്കർ കമ്പയർഡ് ടു ദ ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് ഈസ് ജനറലി. അതായത് നമ്മൾ ലോണിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓവർ ഡ്രാഫ്റ്റിനേക്കാളും കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇറ്റ്സ് ലോ ആണ്. ഓവർ ഡ്രാഫ്റ്റിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഓപ്ഷൻ നമ്പർ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 31. വിച്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഹോൾഡർ ഹാസ് ദ പെർമിഷൻ ടു ഓവർഡ്രോ ദ എമൗണ്ട് ഫ്രം ഹിസ് ഓർ ഹെർ അക്കൗണ്ട്? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, കറണ്ട് അക്കൗണ്ട്, ഫിക്സഡ്, റിക്കറിങ്. ഇതിൽ ഏതോ ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് അവരുടെ അക്കൗണ്ടിലുള്ളതിനേക്കാളും പണം പിൻവലിക്കാൻ വേണ്ടിയുള്ള അധികാരമുണ്ട്. അത് ആർക്ക് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ആർക്കാണ്? ഓപ്ഷൻ ബി ആണ്. കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് സാധാരണ ആ ഫെസിലിറ്റി ഉള്ളത്. നെക്സ്റ്റ് 32. ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് അണ്ടർ വിച്ച് ബാങ്ക് ടേക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് മെച്യൂറിംഗ് വിത്ത് എ ഷോർട്ട് പീരിയഡ് ഓഫ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? അതായത് ഇതിൻ്റെ മെച്യൂരിറ്റി ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഷോർട്ട് പീരിയഡ് എത്രയാണ്? 60 days ഓർ 90 days ആണ്. അതർ 60 days ഓർ ഇറ്റ് ഈസ് 90 days. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ എയിം ഓഫ് എ ബാങ്കർ ഫോർ പെർഫോമിംഗ് ദ സബ്സിഡിയറി സർവീസ് ടു ഏൺ എ ഡാഷ് ഓഫ് ദി കസ്റ്റമേഴ്സ്. അതായത് ബാങ്ക് എന്തിനാണ് സബ്സിഡിയറി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്? മണി ഏൺ ചെയ്യാനാണോ, ഡോക്യുമെൻ്റ് ഏൺ ചെയ്യാനാണോ, വാല്യുബിൾസ് ഏൺ ചെയ്യാനാണോ, ഗുഡ് വിൽ ഏൺ ചെയ്യാനാണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആൻസർ? ഇസ് ഫോർ ഗുഡ് വിൽ ഏണിംഗ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സർവീസ് റെൻഡേർഡ് ബൈ എ ബാങ്കർ ആസ് ആൻ ഏജൻറ്റ് ഓഫ് ഹിസ് കസ്റ്റമർ ഈസ് കോൾഡ്. അതായത് എന്താണ്? നമ്മൾ ബാങ്കർ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന കസ്റ്റമേഴ്സിന് അതെന്ത് സർവീസാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഏജൻസി സർവീസാണ്. 34 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 35. ദ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദ കസ്റ്റമേഴ്സ് ടു ദ ബാങ്കർ ടു പെർഫോം ദ സർവീസ് ലൈക്ക് കളക്ഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് മണി ഈസ് നോട്ടഡ് ഡൗൺ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? റിട്ടേൺ അതായത് നമ്മൾ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട്. കറണ്ട് ബില്ലായാലും അല്ലെങ്കിൽ LIC എമൗണ്ട് ആയാലും ബാങ്കിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് കളക്ഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് മണി, അതിന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷനെ എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ബുക്ക് എന്നാണ്. സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 35 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 36. A dash is a person who is entrusted with the some property by the settler or author of the trust for the benefit of another person. നമുക്ക് പറയാം A dash is a person who is entrusted with the sum of the property. അതായത് സെറ്റിലർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പേഴ്സൻ്റെ കയ്യിൽ കുറച്ച് പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. അതായത് അവർക്ക് വിശ്വസിച്ചിട്ട് കുറച്ച് പ്രോപ്പർട്ടി അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ആ പേഴ്സണെ നമ്മൾ എന്താണ് പറയുക? ട്രസ്റ്റി. ഓപ്ഷൻ ഡി. ആ ട്രസ്റ്റിയാണ്. ട്രസ്റ്റി ഈസ് എ പേഴ്സൺ ഹു ഈസ് എൻട്രസ്റ്റഡ് വിത്ത് സം പ്രോപ്പർട്ടി ബൈ ദ സെറ്റിലർ. ബാക്കിയുള്ളത് വായിക്കേണ്ട നമ്മൾ ആവശ്യമൊന്നുമില്ല. ദെൻ 36 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 37. ആൻഡ് ഡാഷ് ഈസ് എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ബൈ ദി ടെസ്റ്റേറ്റർ ടു എക്സിക്യൂട്ട് ഹിസ് വിൽ. അതായത് ടെസ്റ്റേറ്റർ അദ്ദേഹത്തിൻ്റെ ബില്ലാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്? എക്സിക്യൂട്ടറെയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. 37 ഓപ്ഷൻ നമ്പർ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സർവീസ് റെൻഡേർഡ് ബൈ ദ ബാങ്കർ നോട്ട് ഓൺലി ടു ഹിസ് കസ്റ്റമർ. അതായത് കസ്റ്റമേഴ്സിന് മാത്രമല്ല ജനറൽ പബ്ലിക്കിനും കൊടുക്കുന്ന ആ ഒരു സർവീസിന് എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ജനറൽ യൂട്ടിലിറ്റി സർവീസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 38 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സെക്ഷൻ ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 ഡിഫൈൻസ് പ്രോമിസറി നോട്ട്? പ്രോമിസറി നോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 4 ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഇസ് എ സിസ്റ്റം അണ്ടർ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ബാങ്ക് ക്യാരീസ് ഓൺ ബാങ്കിങ് ബിസിനസ് വിത്ത് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് സ്പ്രെഡ് ഓൾ ഓവർ ദി കൺട്രി. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായത്. അതായത് ഒരു ഇൻഡിവിജ്വൽ ബാങ്ക് അതിൻ്റെ ബാങ്കിങ് ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നു. ബട്ട് ദേ ഹാവ് ദ ബ്രാഞ്ചസ് ഇൻ ഓൾ ഓവർ ദ കൺട്രി. അതിന് നമ്മൾ എന്താ പറയും? ബ്രാഞ്ച് ബാങ്കിങ്. 40 എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ ബി. ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ചെക്ക് ഡേറ്റഡ് സബ്സിക്വൻറ്റ് ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ. എന്താണ് അതിൻ്റേത്?
പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. നെക്സ്റ്റ് അതായത് ഓപ്ഷൻ എ ചെക്ക് ഡേറ്റഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ. എന്താണ്? ആൻറ്റി ഡേറ്റഡ് ചെക്കാണ്. ബിഫോർ എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഇഷ്യൂവിന് മുമ്പേ ഉള്ള ഡേറ്റ്. ചെക്ക് ഡേറ്റഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ആൻറ്റി ഡേറ്റഡ് ചെക്ക്. സബ്സീക്വൻറ്റ് ഡേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. മാറിപ്പോകാൻ വേണ്ടി പാടില്ല. ബിഫോർ എന്ന് കണ്ടാൽ, ബിഫോർ ദ ഡേറ്റ് എന്ന് കണ്ടാൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ആൻറ്റി ഡേറ്റഡ് ചെക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡ്രോവർ ഇൻ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓൾസോ ബി. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ചറിലെ ഡ്രോവർ ആരാണ്? അതായത് ഇറ്റ്സ് എ പേ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നമ്പർ ബി ആണ് 43ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേറ്റ് അറ്റ് വിച്ച് ആർ ബി ഐ ഡിസ്കൗണ്ട്സ് അപ്രൂവ് ബിൽ ഈസ്. എന്താണ്? ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ദ റേറ്റ് അറ്റ് വിച്ച് ആർ ബി ഐ ഡിസ്കൗണ്ട്സ് അപ്രൂവ്ഡ് ബിൽ. ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 45, ദ ലീൻ ഈസ് ഡിഫൈൻഡ് ഇൻ. ലീൻ ഏതിലാണ് പറഞ്ഞിരിക്കുന്നത്? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലാണ് ലീനിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നമ്പർ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അപ്പെക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ ഫിനാൻസ്. അഗ്രികൾച്ചർ ഫിനാൻസിൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ഓപ്ഷൻ എ നബാർഡ് ആണ്. നെക്സ്റ്റ്, ഹു ഈസ് പ്രൈമർലി ലാബിൾ ഫോർ പ്രോമിസറി നോട്ട്. അത് പ്രോമിസറി നോട്ടിൻ്റെ പ്രൈമർലി ലാബിൾ ആരാണ്? ഓപ്ഷൻ നമ്പർ ബി. ആൻസർ നമ്പർ ബി ആണ്. മേക്കറാണ് ലാബിൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇത്തിരി ഫാസ്റ്റിൽ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ വിത്ത് എക്സ്പ്ലനേഷൻ എന്താണ് പ്രോമിസറി നോട്ട് എന്നുള്ള തുടർക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ഹൗ മെനി പാർട്ടീസ് മെയിൻലി, ക്വസ്റ്റ്യൻ നമ്പർ 48 ഇതാണ്. ഹൗ മെനി പാർട്ടീസ് ആർ മെയിൻലി ഇൻവോൾവ്ഡ് ഇൻ പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടിൽ എത്ര പാർട്ടീസ് ഉണ്ട്? എത്ര പാർട്ടീസാണുള്ളത്? 2 പാർട്ടീസാണ്. ഓപ്ഷൻ നമ്പർ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആരൊക്കെയാണത്? പ്രോമിസർ ആൻഡ് പ്രോമിസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോവി ഈസ് ദ പേഴ്സൺ. ആരാണ് ഡ്രോവി? ഈസ് ദ പേഴ്സൺ ഹൂ ഓൺ ഹും ദ ബിൽ ഈസ് ഡ്രോൺ. ഓൺ ഹും ദ ബിൽ ഈസ് ഡ്രോൺ. ഓക്കെ, അപ്പം ഓപ്ഷൻ നമ്പർ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഇസ് എ ഡെഡ് ചെക്ക്. ഡെഡ് ചെക്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? സ്റ്റേൽ ചെക്കിനെയാണ്. ഓപ്ഷൻ നമ്പർ ബി ആണ്. സോ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ഇവിടെ അതിൻ്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളത് ചെയ്ത് നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളാം. ഓക്കെ, സോ മറ്റൊരു ക്ലാസ്സുമായി പിന്നെ എഴുതാം. അതുവരെ ബൈ.